നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സകുടുംബം വിദേശയാത്രയ്ക്ക് പോയിരിക്കുന്നത് നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. 3 വിദേശ രാജ്യങ്ങളിലൂടെ 19 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയെക്കുറിച്ച് ഔദ്യോഗികമായി ഒരു വിവരവും അറിയിക്കാതെയാണ് മുഖ്യൻ രാജ്യം വിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി കുറച്ച് ദിവസത്തേക്ക് ഓഫീസിൽ ഉണ്ടായിരിക്കില്ലെന്ന് മാത്രമാണ് സ്റ്റാഫ് അംഗങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഇത് തികഞ്ഞ നിരുത്തരവാദിത്തമാണ്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്രക്കുറിപ്പ് ഇറക്കുകയോ ഗവർണറെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. യാത്രയുടെ ഉദ്ദേശം എന്തെന്ന് വ്യക്തമാക്കാതെയാണ് ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE എന്നീ രാജ്യങ്ങളിലൂടെയുള്ള മുഖ്യൻ്റെയും കുടുംബാംഗങ്ങളുടെയും സഞ്ചാരം. മുഖ്യനും ഭാര്യയും കൊച്ചുമകനും യാത്ര തിരിക്കുന്നതിന് മുൻപ് തന്നെ മകളും മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസും രാജ്യം വിട്ടിരുന്നതാണ്. വിനോദസഞ്ചാരത്തിനാണത്രേ മുഖ്യമന്ത്രിയുടെ സകുടുംബ യാത്ര. വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള സ്വകാര്യ യാത്രയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിട്ടുള്ളതിൽ നിന്ന് ഇത് വ്യക്തമാണല്ലോ. കേരളം കൊടും ചൂടിൽ വെന്തുരുകുകയും അത് സഹിക്കാനാവാതെ മനുഷ്യർ പിടഞ്ഞു വീണ് മരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ശീതള ഛായ തേടി മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിലേക്ക് പറന്നിരിക്കുന്നത്. മുഖ്യന്റെ വിദേശയാത്രയെക്കുറിച്ച് ചെണ്ട കൊട്ടി അറിയിക്കേണ്ടതുണ്ടോ എന്നാണ് ഇടതുമുന്നണി കൺവീനർ ജയരാജൻ ചോദിക്കുന്നത്. ചെണ്ട കൊട്ടി അറിയിക്കലൊക്കെ രാജഭരണകാലമായിരുന്നു. അതൊക്കെ കാലഹരണപ്പെട്ടുപോയി. ഇന്ന് ജനാധിപത്യമാണ്. ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനവുമുണ്ട്. ജനങ്ങൾ തങ്ങളെ ഭരിക്കാൻ തെരഞ്ഞെടുത്തിട്ടുള്ള ഭരണാധികാരിയാണല്ലോ മുഖ്യൻ. മുഖ്യമന്ത്രി രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെ ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് മാത്രമല്ല നിൽക്കേണ്ടത്. മറിച്ച് 24 മണിക്കൂറും 365 ദിവസവും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി. ജനങ്ങൾക്കും ഭരണാധികാരിക്കും ഇടയിൽ സുതാര്യത വേണം. നിയമം ഇത് നിഷ്കർഷിക്കുന്നുമുണ്ട്. നിയമം അനുസരിക്കാൻ പിണറായി വിജയൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ഭരണകാര്യങ്ങളുടെ നേതൃത്വം ആര് വഹിക്കും എന്ന പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രിമാർ വിദേശയാത്ര നടത്തുമ്പോൾ പകരക്കാരന് ചുമതല നൽകുന്നത് പതിവ് രീതിയാണ്. ഇവിടെ ഇപ്പോൾ പകരം അങ്ങോട്ട് കൊടുക്കേണ്ടത് റിയാസിനായിരിക്കും. പക്ഷേ റിയാസും കൂടെ പോയിരിക്കുകയല്ലേ. പിണറായി വിജയൻ മാത്രം ഇതിന് തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? മറ്റാർക്കെങ്കിലും അധികാരം നൽകിയാൽ അവർ അട്ടിമറി നടത്തുമെന്ന് പേടിയാണോ? അങ്ങനെയെങ്കിൽ മന്ത്രിസഭയിലെ ഒരാളെപ്പോലും മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? വിശ്വാസമുള്ള ഒരേ ഒരു മന്ത്രി മുഖ്യമന്ത്രിക്കൊപ്പം യാത്രയുമാണ്. ഇതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം മറ്റൊന്നാണ്. മുഖ്യമന്ത്രിയുടേത് സ്വകാര്യ സന്ദർശനമായതിനാൽ അത് ആരാണ് സ്പോൺസർ ചെയ്യുന്നത്? ഇത് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് സർക്കാരിന് നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയുടെ കൺവീനർ പറയുന്നത് അംഗീകരിക്കാനാവില്ല. ഇതുവരെ അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. നികുതിപ്പണം ഉപയോഗിച്ചാണോ യാത്ര നടത്തുന്നതെന്ന് വ്യക്തമാവേണ്ടതില്ലേ? സ്വകാര്യ വ്യക്തിയാണ് പണം ചെലവാക്കുന്നതെങ്കിൽ അത് വെളിപ്പെടുത്താത്തത് നിക്ഷിപ്ത താൽപ്പര്യം കൊണ്ടായിരിക്കുമല്ലോ. പതിറ്റാണ്ടുകൾ സഹപ്രവർത്തകനായിരുന്നയാൾ മരിച്ചപ്പോൾ അന്ത്യോപചാര ചടങ്ങുകൾ പോലും വെട്ടിക്കുറച്ച് വിദേശയാത്രയ്ക്ക് പോയ ആളാണ് ഈ മുഖ്യമന്ത്രി എന്നത് ജനങ്ങൾ മറന്നിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെടുന്ന കോൺഗ്രസിന് വോട്ട് ചോദിക്കാൻ മറ്റിടങ്ങളിൽ പോകാതിരിക്കാനാണ് മുഖ്യമന്ത്രി നാട് വിട്ടതെന്ന് കരുതാനാവില്ല. അങ്ങനെയുള്ള ജാള്യതയൊന്നും പിണറായിക്കുണ്ടെന്ന് തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് നിരവധി വേദികളിൽ കോൺഗ്രസ് നേതാക്കളുമായി ഇതേ പിണറായി കൈകോർത്തിട്ടുണ്ടല്ലോ. മാത്രമല്ല, കോൺഗ്രസിന് വോട്ട് പിടിക്കാൻ ഭാഷയറിയുന്ന പാർട്ടി നേതാവ് യെച്ചൂരിയും അതുപോലെ തന്നെ പ്രകാശ് കാരാട്ടും ഒക്കെ ഉണ്ടല്ലോ. സുതാര്യതയില്ലാത്ത രാഷ്ട്രീയ ജീവിതമാണ് പിണറായിയുടേത്. മുഖ്യമന്ത്രിയായ ശേഷവും ഇതിന് മാറ്റം വരുത്താൻ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി ഇതിനു മുൻപ് നടത്തിയ വിദേശയാത്രകളും പലതരത്തിൽ വിവാദമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പല ദുരൂഹതകളും ഇപ്പോഴും നീങ്ങിയിട്ടില്ല. ഔദ്യോഗിക യാത്രകൾ പോലും മറ്റു ചില കാര്യങ്ങൾക്ക് മറയാക്കുന്നു എന്ന സംശയം ജനങ്ങൾക്കുണ്ട്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളിലൊക്കെ UAE ലക്ഷ്യസ്ഥാനമാകുന്നത് എന്തുകൊണ്ടാണ്? സീസറുടെ ഭാര്യ ചാരിത്രവതിയായിരുന്നാൽ പോരാ, അങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണമെന്നത് പൊതുപ്രവർത്തകരും ഭരണാധികാരികളും പാലിക്കേണ്ട തത്വമാണ്. ഇത്തരമൊരു ചിന്ത പോലുമില്ലാതെ അധികാരം ദുരുപയോഗം ചെയ്ത് തന്നിഷ്ടം പ്രവർത്തിക്കുന്ന ആളാണ് ഈ കാരണഭൂതൻ. ഇതൊക്കെ ഇപ്പോൾ ജനങ്ങൾ നന്നായി തിരിച്ചറിയുന്നുമുണ്ട്.